ഇനി നമുക്ക് പറയാനുള്ളത് എ സി എന്നുള്ളതിൻ്റെ സൈക്കിൾ. ഇപ്പം നമ്മളൊരു ഗ്രാഫ് കണ്ടു, ഒരു സൈൻ വേവ് ഗ്രാഫ് കണ്ടു. ആ സൈൻ വേവ് അല്ലെങ്കിൽ സൈനുസോയിഡൽ വേവിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു സൈക്കിൾ എന്താണെന്നുള്ള. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഭാഗവും ഒരു പോസിറ്റീവ് ഭാഗവും അടങ്ങിയിരിക്കുന്ന ഒരു പോർഷനെയാണ് ഒരു സൈക്കിൾ എന്ന് പറയാം. നെഗറ്റീവ് ഭാഗത്തെ നമ്മൾ, അതായത് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്ന അതിനെ നമ്മൾ ക്രസ്റ്റ് എന്നാണ് വിളിക്കുക. അതുപോലെ ഏറ്റവും കുറവ് വാല്യൂ വരുന്നതിന് നമ്മൾ ട്രഫ് എന്നും വിളിക്കും. അപ്പോൾ പോസിറ്റീവായിട്ട് വരുന്ന വാല്യൂവിനെ നമ്മൾ ക്രസ്റ്റ് എന്നും നെഗറ്റീവായിട്ട് വരുന്നതിനെ ട്രഫ് എന്നുമാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഒരു വേവിൻ്റെ, ഒരു തരംഗത്തിൻ്റെ ഒരു ട്രഫും ഒരു ക്രസ്റ്റും വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ ഓരോ സൈക്കിളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സീറോയിൽ നിന്ന് ഒരു വലിയ വാല്യൂയിലേക്ക് വരും, പിന്നെ അത് നേരെ സീറോയിലേക്ക് തന്നെ വരും. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രണ്ടും അങ്ങനെ തന്നെയാണ് വരിക. ഒരു സീറോ വാല്യൂ വെച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് കൂടുതലായിട്ട് ഒരു വലിയ വാല്യൂയിലേക്ക് എത്തിച്ചേരും, പിന്നെ അത് കുറഞ്ഞ് സീറോയിലേക്ക് തന്നെ വരും. അപ്പോൾ ഇത് രണ്ട് ഡയറക്ഷനിലേക്കും പോകുന്നുണ്ട്. അതായത് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് ഡയറക്ഷനിലും പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും ആ വലിയ വാല്യൂ എന്നുള്ളത് ഒന്ന് മാക്സിമം വാല്യൂ, ഒന്ന് മിനിമം വാല്യൂ എന്നുള്ളതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഒരു സീറോ എന്നുള്ള ഇതുണ്ടാവും. ഈ സൈക്കിള് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോം ചെയ്യുന്നത്. അതായത് സമയം മാറുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വാല്യൂസ്, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറുന്നത്. അപ്പോൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേർന്നതാണ് ഒരു സൈക്കിൾ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സൈക്കിളുകളുടെ റിപ്പീറ്റേഷൻ ആയിരിക്കും. അതായത് ഈ ഒരു സൈക്കിളിൻ്റെ ഒരുപാട് റിപ്പീറ്റേഷൻ ആയിരിക്കും പിന്നെ വരുന്ന ഈ വേവിൻ്റെ തുടർച്ചയായിട്ട്. അതായത് ഇതാണ് ഏറ്റവും സിമ്പിൾ യൂണിറ്റ്. ഇതിൻ്റെ കുറേ യൂണിറ്റുകളായിരിക്കും പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു വേവിൻ്റെ സൈക്കിളായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും പോസിറ്റീവ് ഹാഫ് സൈക്കിളും ക്രസ്റ്റ് എന്നും ട്രഫ് എന്നും അറിയപ്പെടും. അത് ഞാൻ ഇതിൽ എഴുതി വെച്ചില്ല, പക്ഷെ അത് മനസ്സിലാക്കുക. പിന്നെ അത്രയാണ് സൈക്കിൾ എന്നാണ്. ഇനി ടൈം പീരീഡ് എന്നുള്ള, അല്ലെങ്കിൽ പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ്. ഞാൻ പറഞ്ഞു സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേവുകൾ എപ്പോഴും തീരുമാനിക്കപ്പെടുന്നതെന്നുള്ളത്. അതായത് സമയം മാറുന്നതിനനുസരിച്ചിട്ടാണ് വേവ് മാറുന്നതെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ ഒരു സീറോയിൽ നിന്ന് ഒരു വലിയ വാല്യൂ ആയി, പിന്നെയും സീറോയിലെത്തി, പിന്നെയും നെഗറ്റീവ് സൈഡിൽ വലിയ വാല്യൂ ആയി, പിന്നെ 180 അപ്പോൾ 0 നിന്ന് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ആംഗിൾ എന്നുള്ള രീതിയിലാണ് എഴുതിയുള്ളത്. അപ്പോൾ അത്രയും സമയം എടുത്തു കഴിഞ്ഞാൽ, ഇത്രയും സമയമാണ് ശരിക്കും ഒരു സൈക്കിളിന് വേണ്ടുന്ന സമയം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൈം പീരീഡ് ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സൈക്കിളിൻ്റെ, ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സൈക്കിൾ ഉണ്ടോ, ആ സൈക്കിളിൻ്റെ ഒരേപോലത്തെ യൂണിറ്റുകൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ആ വേവ് ഫോം മൊത്തം വരുന്നത്. അപ്പോൾ വേവ് ഫോമിനകത്ത് നമുക്ക് ടൈം പീരീഡ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടാൽ മതി? ഒരു സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കാണാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഉയർന്ന പോർഷൻ, മാക്സിമം വാല്യൂ വരുന്ന പോർഷനും രണ്ടാമത്തെ സൈക്കിളിൻ്റെ മാക്സിമം വാല്യൂ വരുന്ന പോർഷനും, അത് ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ്. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നും ഈ ഒരു പോർഷൻ വരുന്നവരേക്ക് അതും ഒരു സൈക്കിളായിട്ടാണ് പറയൽ. അപ്പോൾ ആ സൈക്കിളായിട്ട് വരുന്നത് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിനെ നമ്മൾ ക്രസ്റ്റ് എന്നാണ് വിളിക്കേണ്ടത്. ഈ ക്രസ്റ്റ് മുതൽ മറ്റൊരു ക്രസ്റ്റ് വരെയും നമ്മളൊരു സൈക്കിളായിട്ടാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ട്രഫ് എന്നാണ്. അപ്പോൾ ഒരു ട്രഫ് മുതൽ മറ്റൊരു ട്രഫ് വരെയും നമ്മൾ അതിനെ എന്താണെന്ന് വിളിക്കുക? സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ സൈക്കിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈം പീരീഡ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഈ ഒരു സീറോയിൽ നിന്ന് ഈ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനെയാണ് ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ 0 to 180 എന്നുള്ള രീതിയിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ക്രസ്റ്റും
ഈ ഒരു ക്രസ്റ്റും തമ്മിലുള്ള ദൂരത്തെ നമ്മൾ ഇത് ടി എന്നാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അതായത് ടൈം പീരീഡ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ടൈം പീരീഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതേപോലെ തിരിച്ചും നമുക്ക് പറ്റും. ഇവിടെ ഇതിനെയും നമുക്ക് എന്താണ് ടൈം പീരീഡ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഫുൾ വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനി നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വേവിൻ്റെ, അതായത് ഇന്ത്യയിൽ നമ്മൾ AC ആണ് ഉപയോഗിക്കുന്നത്, ആ AC വേവിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 20 മില്ലി സെക്കൻഡാണ്. അതായത് ഒരു വേവ് തുടങ്ങി അത് അവസാനിക്കാനായിട്ട് എടുക്കുന്ന സമയം 20 മില്ലി സെക്കൻഡാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ കാണുന്ന വേവിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മില്ലി സെക്കൻഡാണ്. പിന്നെ ഇത് അളക്കുന്നത് സെക്കൻഡിലാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ടൈം പീരീഡ് അളക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സെക്കൻഡിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സമയം നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മളൊരു വേവ് വരയ്ക്കുന്നുണ്ട്, ആ വേവിൻ്റെ ഒരു സെക്കൻഡ് നേരമുള്ള സമയമാണ് ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ എത്ര എണ്ണം വേവുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ എന്താണ് കാണാൻ പറ്റുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5, അപ്പോൾ 5 വേവാണ് ഒരു സെക്കൻഡ് സമയത്തിൽ ഇതിനകത്ത് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി എന്നുള്ളത്. ഒരു സെക്കൻഡ് സമയത്ത് എത്ര എണ്ണം വേവുകൾ ഉണ്ട് എന്നുള്ളത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി എന്നുള്ളത്. ഈ ഫ്രീക്വൻസി എന്നുള്ളത് മെഷർ ചെയ്യുന്നത് പെർ സെക്കൻഡ് എന്നുള്ള വാല്യൂ നോക്കിയിട്ടാണ്. അതായത് അതിനെ നമ്മൾ ഹെഡ്സ് എന്നാണ് വിളിക്കാറ്, പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹെഡ്സ് എന്നാണ് വിളിക്കാറ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെഡ്സാണ്. 50 ഹെഡ്സുള്ള വൈദ്യുതിയാണ് നമ്മൾ ഇന്ത്യയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചാർജറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് ഡിവൈസും നോക്കിക്കഴിഞ്ഞാൽ അതിന്മേലൊക്കെ എഴുതിയിട്ടുണ്ടാവും 50 ഹെഡ്സ് എന്നുള്ളത്. ഇപ്പോൾ TV ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ TVൻ്റെ ആ പിന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് കാണിക്കുന്ന ബാക്ക് സൈഡിലായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാവും, ഇത്ര വോൾട്ട് ഇത്ര ഫ്രീക്വൻസി എന്നുള്ളതൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഫ്രീക്വൻസി ഉള്ളത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഫ്രീക്വൻസി കുറവായിട്ടാണ് കിട്ടുന്നത് വെച്ചാൽ ആ ഉപകരണം പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ഇനി ഇവിടെ കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം പീരീഡ് ഫ്രീക്വൻസീൻ്റെ റെസിപ്രോക്കലാണ്. അതായത് 1/f എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടൈം പീരീഡ് കിട്ടും. അതായത് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ഫ്രീക്വൻസി എന്നുള്ള 1/ഫ്രീക്വൻസി എന്നുള്ള ആ രണ്ട് സമവാക്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമവാക്യം കാണിച്ചിട്ടുള്ളത് അതാണ്. ടൈം പീരീഡ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലായിട്ടാണ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു 20 മില്ലി സെക്കൻഡ് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം പറ്റും. അതായത് എത്രയാണ് ഫ്രീക്വൻസി എന്നുള്ളത്, 20 മില്ലി സെക്കൻഡാണ് 20 മില്ലി സെക്കൻഡാണ് നമ്മളുടെ AC വോൾട്ടേജിൻ്റെ സമയമെങ്കിൽ ആ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. എന്താ ചെയ്തോണ്ടേ, 1/20 മില്ലി സെക്കൻഡ് ചെയ്താൽ മതി. മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ ചെറുതാക്കണം, 0.0002 എന്നാണ് എഴുതേണ്ടത്. അതായത് 0.02 എന്നാണ് എഴുതേണ്ടത്. അങ്ങനെ ഇതിനെ നമ്മൾ 1/0.02 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 50 ആയിരിക്കും. അതായത് 50 നമ്മൾ പറഞ്ഞ പോലെ 50 ഹെഡ്സ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി 50 ഹെഡ്സ് ആണ്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 20 മില്ലി സെക്കൻഡാണ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാനുള്ളത്. ഇനി പറയാനുള്ള ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതാണ്. ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നുണ്ട് പ്ലസ് പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും ഒരു വലിയ വാല്യൂ ആണ് ഉണ്ടാകുന്നത്. 0 എന്നുള്ളതിൽ നിന്ന് പിന്നെ ഒരു വലിയ വാല്യൂയിലേക്ക് എത്തിയിട്ട് അത് പിന്നെയും താഴത്തേക്ക് 0ത്തിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ വലിയ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡായിട്ട് പറയുന്നത്. അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പറയുക. അതായത് 0ത്തിൽ നിന്ന് മാക്സിമം അകലെ നിൽക്കുന്ന പോയിൻ്റ് ആയിട്ടാണ് പറയുക ഈ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതിനെ. ഈ ഒരു വേവ് ഫോമിൽ നോക്കിക്കഴിഞ്ഞാൽ
അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജിൻ്റെ ആണെങ്കിൽ വോൾട്ടേജ് ഇപ്പോൾ കറണ്ടിൻ്റെ ഗ്രാഫാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ കറണ്ട് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിൽ മാക്സിമം വാല്യൂ വരുന്നതിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. പിന്നെ ആംപ്ലിറ്റ്യൂഡിന് പ്രത്യേകതയുണ്ട്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ പ്ലസ് ആയിട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മൈനസ് ആയിട്ടുമാണ് നമ്മൾ എഴുതുക. കാരണം എന്താ വെച്ചാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് ഏറ്റവും വലിയ വാല്യൂ വരുന്നതെന്നും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഏറ്റവും ചെറിയ വാല്യൂ, അതായത് 0-നേക്കാളും ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് അവിടെയാണെന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വേവ് നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അതിന് മാർക്ക് ചെയ്യൽ എപ്പോഴും പ്ലസ് വി എന്നും മുകളിലും ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് വി എന്നും ഇവിടെ മൈനസ് വി എന്നുമാണ് നമ്മൾ മാർക്ക് ചെയ്യൽ. അപ്പോഴാണ് ഇതാണ് ആംപ്ലിറ്റ്യൂഡായിട്ട് വരുന്നത്, ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് എന്നുള്ളത്. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത്. പിന്നെ ഈ ആംപ്ലിറ്റ്യൂഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതായത് പ്ലസ് വി മുതൽ മൈനസ് വി വരെയുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്നത് പീക്ക് ടു പീക്ക് എന്നുള്ള ഒരു പേരിലാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് ഞാനിതിൽ ചേർത്തിട്ടില്ല. ആംപ്ലിറ്റ്യൂഡുകൾക്കിടയിൽ വരുന്നതിനെ പീക്ക് ടു പീക്ക് എന്നും കൂടിയാണ് വിളിക്കുന്നത്. പിന്നെ ആംപ്ലിറ്റ്യൂഡുകളുടെ വാല്യൂ, രണ്ട് ഹാഫ് സൈക്കിളിലും ആംപ്ലിറ്റ്യൂഡുകളുടെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഒന്ന് മൈനസ് ആയിരിക്കും ഒന്ന് പ്ലസ് ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, നമ്മൾ ഈ വേവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും ഇതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും, അതായത് അളവും അതിൻ്റെ ദിശയും ഓരോ ഇൻസ്റ്റൻറ്റിലും മാറി മാറി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഓരോ ഇൻസ്റ്റൻറ്റിലും ഇതിന് ഓരോ വാല്യൂസ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇപ്പം നമ്മൾ നോക്കുന്ന ഇൻസ്റ്റൻറ്റിൽ എന്താണ് അതിൻ്റെ അളവ് എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റിൽ എത്രയാണോ അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇപ്പോൾ സമയത്തിനനുസരിച്ച് ഓരോ ഇൻസ്റ്റൻറ്റിൽ ഇപ്പോൾ ഇവിടെ 1, 2, 3 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിനും അതിന് പ്രത്യേകം I1, I2, I3 എന്നുള്ള കറണ്ട് വാല്യൂ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വേവാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ സൈനുസോയിഡൽ വേവ് അല്ലെങ്കിൽ വോൾട്ടേജ് AC വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ AC വോൾട്ടേജ് AC കറണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും മാറി മാറി വരുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റിൽ വരുന്ന അതിൻ്റെ അളവിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.